പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും അതിനുവേണ്ടിയാണ് ഈ ദേവാലയത്തിൽ വന്നുകൂടിയിരിക്കുന്നത്. വന്നുകൂടാത്ത പലരും ഈ ആരാധന സംബന്ധിച്ചുകൊണ്ട് വിദൂര സ്ഥലങ്ങളിൽ ഉണ്ടെന്നുള്ള കാര്യവും നാം പ്രത്യേകിച്ച് ഓർക്കും. അവരെല്ലാവരും ഒരുക്കത്തോടെയാണ് സംബന്ധിക്കുന്നതെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും എല്ലാവരുടെയും ഒരുക്കത്തിനും സമർപ്പണത്തിനും അനുസരിച്ച് ദൈവത്തിൻ്റെ കൃപ ഈ 2025 നിങ്ങളെല്ലാവരുടെയും മേലും എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ആദ്യമായി ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് ഒരു 3-4 കാര്യങ്ങൾ നിങ്ങളുടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-5 വാക്യങ്ങളാണ്. അവിടെ ഇപ്രകാരം നാം കാണുന്നുണ്ട്: നിങ്ങൾക്കും അതിനെന്ന് ഉദ്ദേശിച്ച ദൈവത്തിൻ്റെ പെട്ടകം, അതിനുമിടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. അതിനോടടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. പിന്നെ യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. 2 വർഷം കൊണ്ട് വാഗ്നാട്ടിൽ പ്രവേശിക്കേണ്ടവരായിരുന്നു. ദിവസം ശരിക്കും വായിച്ചാൽ അത് മനസ്സിലാവും. കർത്താവ് അതിനുള്ളതായ വഴികളെല്ലാം ഒപ്പിച്ചതാണ്. മോശയോട് പറഞ്ഞ് 12 ഗോത്രങ്ങളിൽ നിന്നും ആൾക്കാരെ എടുത്ത് ദേശം ഒറ്റുനോക്കുവാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. അത് പോയതിൽ 2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ദൈവത്തെ വിശ്വസിക്കാത്തതായ ഒരു ഭാഗം നമ്മളോട് കാണുന്നു. മറുതലിക്കുന്നു. അനാക്യർ എന്ന് പറയുന്ന ഭയങ്കര മല്ലന്മാർ, വലിയ പ്രശ്നക്കാർ. അവർ കൊന്നുകളയുമെന്നാണ് ബാക്കി 10 ഗോത്രത്തിലെയും ആൾക്കാരുടെ പ്രചരണം. ദൈവത്തെ അവർക്ക് ഭയമില്ല എന്നതാണ് അവിടുത്തെ പ്രധാന കാരണം. അവർക്ക് കിട്ടിയതായ വരമാണ് ഈ 20 വയസ്സിൽ താഴെയുള്ള ആരും നീ വാഗ്ദത്ത നാട് കാണുകയില്ല. ഒന്നാമത് നാം അറിയേണ്ടതായ കാര്യം അതാണ്. ഞാനും നിങ്ങളും ദൈവത്തോടെ അടുത്ത് വരുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസത്തിൻ്റെ ആഴമെന്തെന്ന് നാം ചിന്തിക്കണം. ഒരു ഭംഗി വാക്കിന് വേണ്ടിയുള്ള വിശ്വാസമാണോ എൻ്റേത് നിങ്ങളുടേത് എന്ന് ചിന്തിക്കേണ്ടതായ അവസരമാണ്. അവിടെയാണ് അവർക്ക് ആ മർദ്ദിലിപ്പാണ് അവർക്ക് നാശത്തിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. 20 വയസ്സിന് മുകളിലുള്ളവർ യോശുവായും കാലേയും ഒഴിച്ച് ആരും വാഗ്നാട്ടിൽ കയറിയില്ല. 40 വർഷമാണ് അവർ മരുഭൂമിയിൽ ഊടാടി നടന്നത്. ഇത് എപ്പോഴും എന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതായ ഒരു വലിയ കാര്യമാണ്. അപ്പം അവർ യോർദാൻ നദിയുടെ കരയിലെത്തി. അവിടെ ഇവർ മലമ്പ്രദേശവാസികളാണ്. ആടിനെ മേയ്ക്കുന്ന, ആടിനെ വെള്ളത്തിലിറക്കി കുളിപ്പിക്കത്തില്ലല്ലോ. അപ്പോൾ ആടും അവരെ നയിക്കുന്നവരുമായിട്ട് വലിയ ജലപ്രവാഹങ്ങളുമായിട്ട് ബന്ധമില്ല. യോർദാനാണെങ്കിൽ കരകവിഞ്ഞൊഴുകുന്ന സമയവുമാണ്. ആ സമയത്ത് അവർക്ക് ഭീതിയുണ്ട് യോർദാനെക്കുറിച്ച്. എങ്കിലും അവർക്ക് പഴയ ഓർമ്മ അവർക്കുണ്ട്, ഗതകാല സ്മരണയുണ്ട്. ചെങ്കടലിൽ കടന്നു പോകുന്നത് അവർക്കറിയാം. ദൈവത്തിൻ്റെ നടത്തിപ്പിനെക്കുറിച്ച് അവർക്കറിയാം. എങ്കിലും അവർ 3 ദിവസം അവിടെ പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് യോശുവായും നേതാക്കന്മാരുമെല്ലാം ഈ വാക്യങ്ങൾ ജനത്തോട് പറയുന്നത്. അവനാൽ ഒന്നാമത് നാം അറിയുക, നാം പോയിട്ടില്ലാത്ത വർഷത്തേക്ക് പോകുന്നു. അവർ അവരുടെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. പുതിയ വരാനിരിക്കുന്ന എന്തെന്നുള്ള ആശങ്കയുണ്ട്. പോയിട്ടില്ലാത്ത വഴിയാണ് പോകുന്നത്. എന്തായിരിക്കും അവിടുത്തെ അറിയാം. എനിക്കും നിങ്ങൾക്കും അതാണ്. കഴിഞ്ഞ വർഷം നമ്മോടുകൂടി ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർ, നമുക്ക് താങ്ങായിരിക്കും തണലായിരിക്കും എന്ന് വിചാരിച്ചവർ പലരും നമ്മോടുകൂടി ഇല്ല. ഇതുതന്നെയാണ് നാം ഓർത്തിരിക്കേണ്ടത്. ഇനിയും വരാൻ പോകുന്നത് എന്ത് എന്ന് നാം ചിന്തിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ അവിടെ നാം ഓർക്കേണ്ടതായ കാര്യം ഈ വാക്യത്തിൽ കിടക്കുന്നു. അവർ പോകേണ്ടുന്ന വഴി അറിയുന്നതിന് മുമ്പിൽ ദൈവ സാന്നിധ്യമുണ്ടാവും. പെട്ടകം അത് ചുമക്കുന്നത് ആരാന്നറിയാമോ? ലേവ്യ പുരോഹിതന്മാർ. വേറൊരു കാര്യം അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. 2000 മുഴം അകലം പാലിച്ചിരിക്കണം. 2000 മുഴം എന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർക്ക് മനസ്സിലാവും. 3000 അടി ദൂരം പാലിച്ചിരിക്കണം. അതിനോടടുക്കരുത്. അടുത്താൽ എന്താ കുഴപ്പമെന്ന്
ദാവീദ് രാജാവ് പിടിച്ചുകൊണ്ടുപോകപ്പെട്ടതായ പെട്ടകത്തെ തൻ്റെ രാജകീയ പട്ടണത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഊസ എന്ന മനുഷ്യൻ ഭക്തനായിരുന്നു. പക്ഷേ അദ്ദേഹം കയറി പിടിച്ചു, അപ്പോളേ ദഹിച്ചു പോവുകയാണ്. എബ്രായ ലേഖനകർത്താവ് നമ്മളോട് പറയുന്നുണ്ട്, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഞാനും നിങ്ങളും ഓർക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇന്ന് നവമാധ്യമങ്ങളിൽ നമ്മൾ എന്തെല്ലാം വിളിച്ചു പറയുമെന്നറിയാം. വേദശാസ്ത്രവും തിയോളജിയും ഒക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നറിയാമോ? പ്രായം ഭേദമില്ലാതെ എല്ലാം പറഞ്ഞു കളയും. ഒത്തിരി പ്രായമുള്ള മനുഷ്യരെയൊക്കെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ ഹൃദയം കിടുങ്ങുകയാണ്. കാരണം കുഞ്ഞു പ്രായത്തിൽ തന്നേക്കാൾ മുതിർന്നവരെ പേര് ചൊല്ലി വിളിച്ചാൽ അപ്പനും അമ്മയും ശാസിക്കുമായിരുന്നു. ശാസിക്കാൻ മാത്രമല്ല, നല്ല തല്ലും കൊള്ളുമായിരുന്നു. ഇപ്പോഴതൊന്നുമില്ല. സ്കൂളിൽ പോലും അതില്ല, എവിടെയുമില്ല. അതുകൊണ്ട് എന്തുമാകാമെന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പ്രവേശനം സൂക്ഷിക്കണം. അവിടുത്തെ കളിതമാശ നടത്താനുള്ള സ്ഥലവും പറയാനുള്ള സ്ഥലവുമല്ല എന്നുള്ള കാര്യം നാം പ്രത്യേകിച്ച് ഓർക്കുക. ദൈവം ദഹിപ്പിക്കുന്ന ആജ്ഞയാണ്. ദൈവ സാന്നിധ്യം മുമ്പിലുണ്ടെങ്കിൽ നമുക്കൊന്നിനെയും പേടിക്കേണ്ട. പട്ടാളവും സൈന്യവും ഒന്നുമല്ല. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കതുണ്ട്, എനിക്കിതുണ്ട്, എനിക്ക് മറ്റേതുണ്ട് ഒക്കെ പറയുമ്പോഴും നമ്മളെ ഒരു താഴോട്ട് പിടിച്ചിറക്കിയാൽ ഇങ്ങനെ പോരുകയുള്ളൂ. ഇത് നമ്മൾ രണ്ടാമത് അറിയണം. എൻ്റെയും നിങ്ങളുടെ മുമ്പിൽ എന്ത് മിടുക്കാണുള്ളത്? ദൈവ സാന്നിധ്യമാണോ അതോ എൻ്റെയും നിങ്ങളുടെ അഹങ്കാരമാണോ മുമ്പിൽ നിൽക്കുന്നതെന്ന് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഭയഭക്തി ബഹുമാനത്തോടെ പുതിയ വർഷത്തിലേക്ക് ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തോടെ, എൻ്റെ ദൈവം കൈവിടുകയില്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെ മുന്നോട്ട് പോകണം. മൂന്നാമത് പറയാനുള്ള ജനുവരിയാണ് ആദ്യത്തെ മാസം. ആ ആദ്യത്തെ മാസത്തിൻ്റെ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയായിരിക്കും. ജാനൂസ് എന്ന ദേവൻ്റെ ഐതിഹ്യമാണ് ഈ പേര് വരാൻ കാരണം. ജാനൂസിൻ്റെ പ്രത്യേകത 2 തലയാണ്. ഒന്ന് പിന്നിലേക്കും ഒന്ന് മുന്നിലേക്കും. പിന്നിലേക്ക് നോക്കുന്ന നമുക്കറിയാം, കാർ ഓടിക്കുമ്പോൾ എന്തിനാണ് മിററിലൂടെ പുറകിലേക്ക് നോക്കുന്നതെന്ന്. മുന്നിലേക്ക് നോക്കുന്ന എന്താണെന്ന് നമുക്കറിയാം. അതിൻ്റെ കാരണം അവിടെ വഴി കൃത്യമായിരിക്കണം. മുമ്പിലേക്കും പിന്നിലേക്കും കണ്ണുവേണം. എന്ന് വെച്ചാൽ കഴിഞ്ഞുപോയ ദൈവിക കൃപയെക്കുറിച്ച് സ്തുതി പാടണം. കഴിഞ്ഞുപോയ നടത്തിപ്പുകളെക്കുറിച്ച് സ്തുതി പാടണം. നഷ്ടങ്ങളെക്കുറിച്ച് ഉൾബോധ്യമുണ്ടായിരിക്കണം. അത് എൻ്റെ പാപകാരണമാണെങ്കിൽ അത് ഉണ്ടാവാനിടവരുത് എന്ന് ചിന്തിക്കണം. ഇത് നമുക്ക് അത്യാവശ്യമാണ്. പിന്നിലേക്ക് നോക്കുമ്പോൾ, മുന്നിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ദൈവം, മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ദൈവം അനുഗ്രഹിച്ച് നടത്തുമെന്നുള്ളതായ ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. മറക്കേണ്ടത് മറക്കണം. എന്നാൽ എല്ലാം മറക്കാൻ നമ്മളോട് വരും. നമുക്ക് മറക്കരുതാത്തത് മറക്കുകയും മറക്കേണ്ടാത്തത് നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് നമ്മുടെ. ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദനകൾ, കിടിലം കൊള്ളുന്ന വേദനകൾ, നമ്മെ പ്രിയപ്പെട്ടവർ നമുക്ക് ചെയ്തെന്ന ദ്രോഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ നിങ്ങളെ വേട്ടയാടുന്നുണ്ട്. അത് മാറിപ്പോകുവാനായിട്ട് ദൈവത്തോടെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. വിളക്കിന് അഭിമുഖമായി നിൽക്കണം. അപ്പോൾ നിഴലിനെ പേടിക്കേണ്ട. വിളക്കിന് എതിരായി നിന്നാൽ നിഴലിനെ പേടിക്കണം. ദൈവത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. പ്രകാശത്തോടൊപ്പമായിരിക്കണം. ഞാൻ ഒരു 2 വർഷം മുമ്പ് തുമ്പോൺ മദ്രാസനത്തിൽ ക്ലിമിസ് തിരുമേനയുടെ കൃഷിത്തോട്ടത്തിലൊന്ന് പോയി. അവിടെ പോയിട്ട് ഞാൻ എല്ലാം കണ്ട് സന്തോഷമായപ്പോൾ തിരുമേനിയും കൂടെ ഒരു ഫോട്ടോ എടുക്കാം. ഇപ്പോഴത്തെ പിള്ളേർക്കെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നവരാണ്. സൂര്യൻ ഉദിച്ച് നിൽക്കുകയാണ്. സൂര്യന് പുറകു തിരിഞ്ഞ് നിന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അതെ, നിങ്ങളുടെ തിരുമേനിയുടെ മുഖം നല്ല പ്രകാശമുണ്ട്, അത്രയൊന്നും എനിക്കില്ലല്ലോ, അതുകൊണ്ട് തിരിഞ്ഞുകൂടെ നിന്നാൽ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല, ഒരു കുഴപ്പമില്ലെന്നു. ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. നല്ലപോലെ വെളുത്ത പ്രകാശത്തിന് ക്ലിമീസ് തിരുമേനിയുടെ മുഖവും കറുത്തിരുണ്ടിരുന്നു. ഇതാണ് പ്രകാശത്തിനെതിരെ തിരുതി നിന്നാളോട്. പ്രകാശത്തിന് നേരെ നിൽക്കണം. പ്രകാശത്തെ മാത്രമേ നോക്കി നിൽക്കാവൂ. പ്രകാശം മാത്രമേ വഴി നടത്താവൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ വെളിച്ചമാകുന്ന കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പുതിയ വർഷത്തിൽ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. നാലാമതായിട്ട് വേണ്ടതായ ഒരു കാര്യം, ജാഗ്രത, ഉണർവ്, ഉത്സാഹം ഇതുണ്ടായിരിക്കണം. മടി, ഉദാസീനത, അലസത മാറ്റണം.
കർത്താവ് പറഞ്ഞിരിക്കുന്നതാ, മടിയനായ ദാസാനിനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുമെന്ന. ഇവിടെ മടി പിടിച്ചിരിക്കുന്നവരും കേൾക്കുന്നവരായ ആൾക്കാർ മടി പിടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഓർത്തോളുക, നിങ്ങൾക്ക് ശിക്ഷയാണുള്ളത്. നിങ്ങൾ ജാഗ്രതയും ഉണർവും ഉത്സാഹവും ഉള്ളവരായിരിക്കുക. മടിയുള്ളവരാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഉത്സാഹത്തോട് പണിയെടുക്കുന്നവനെ പോലും വിഘ്നം വരുത്തുന്ന അലസതയും മടിയുമുള്ളവർ. അത് മാറി ഉണർവും ഉത്സാഹമുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് പോകുവാനായിട്ട് ഓർക്കുക. കുമ്പസാരത്തിൽ ദശേന്ദ്രിയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ബാഹ്യമായ പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ആന്തരികമായ പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. അത് ഒന്ന് വെടിപ്പാക്കണം. മാറാലകൾ വന്ന് അതിനെ മൂടിയിട്ടുണ്ടെങ്കിൽ അവയെ ഒന്ന് വെടിപ്പാക്കി ശുദ്ധീകരിക്കണം. മ്ലേച്ഛതകളുണ്ടെങ്കിൽ അവയെ വെളിപ്പാക്കണം. എന്നുള്ളിൽ എന്നും വസിച്ചിടും എന്നുള്ള പാട്ടിനകത്ത് നമ്മൾ ചൊല്ലാറില്ലേ, എന്നിൽ അശുദ്ധനും ചേലയില്ലാത്തവനും പാടില്ല, അവിടെ വിശുദ്ധാത്മാവ് പാർക്കയില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ എൻ്റെ ദൈവം എന്നെ വഴി നടത്തുന്നുള്ള ബോധ്യത്തോടെ മുന്നോട്ട് പോവുക. എന്നെ കേൾക്കുന്നവർ വേദനയോടെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളാരെങ്കിലും വേദനിപ്പിച്ചേച്ച് എനിക്ക് വേദന എന്ന് പറയരുത്. വേദനയോടെ ഇരിക്കുന്നവരുണ്ട്, ഓർത്തുള്ളുക, എൻ്റെ ദൈവം കൂടെയുണ്ടെന്നുള്ള ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ചെങ്കടലിൻ്റെ കരയിലെത്തിയപ്പോൾ ജനം കടന്ന് നിലവിളിക്കുന്നുണ്ട്. കടലിനും പിശാചിനും മധ്യ എന്ന പഴഞ്ചൊൽ കേട്ടിട്ടുണ്ട്. അത് അവിടുന്ന് ഉണ്ടായതാണ്. പുറകിൽ സൈന്യം, മുമ്പിൽ കടൽ. ഒരു പിടിയുമില്ലാത്ത അവസ്ഥകൾക്ക് ബഹളം വെക്കുമ്പോൾ പറയുന്നുണ്ട്, മോശ പറയുന്നുണ്ട്, മിണ്ടാതിരിക്കെ. അപ്പോൾ കർത്താവിൻ്റെ ശബ്ദമാണ്, ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ ശബ്ദം അവർ കേട്ടു. പിന്നെ മൂന്നാമത് കേൾക്കുന്ന വാക്കാണ് മുന്നോട്ട് പോവുക. ഉൽപ്പത്തി പുറപ്പാട് പുസ്തകം 14-ും 15 വാക്യങ്ങൾ. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നോട്ടുള്ള ജീവിതത്തിന് വഴികാട്ടിയായിരിക്കട്ടെ. നിങ്ങളെ അനുഗ്രഹിച്ചു കാത്തു പരിപാലിക്കട്ടെ. ദൈവം നമ്മുടെ സഭയെ കാക്കട്ടെ, നമ്മുടെ സമൂഹത്തെ കാക്കട്ടെ, കുടുംബത്തെ കാക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്യം ഒരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.